അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മതം വിട്ട സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഒരുപോലെ പറഞ്ഞു നടക്കുന്ന ഒന്നാണ് മതമുക്തമായ ജീവിതം വളരെ സന്തോഷപ്രദവും ആശ്വാസജനകവുമാണ് എന്ന്. ഇതവർ പൊതുവെ പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മതം വിട്ട പെണ്ണ് ജസ്ല മാടശ്ശേരി പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കുക. ഞാനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒരു മുസ്ലിം വിശ്വാസിയായി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് ഒരു വസ്തുതയാണോ സത്യമാണോ എന്നതാണ് പ്രശ്നം. മതം ഒരാൾക്ക് തിരഞ്ഞെടുക്കാനും തിരസ്കരിക്കാനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മതം ഒഴിവാക്കേണ്ട ഒന്നാണോ? മതം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാണോ? അല്ല. മതം അനിവാര്യമായി മനുഷ്യജീവിതത്തിന് ആവശ്യമുള്ള ഒന്നാണ്. മനുഷ്യജീവിതം സുഖമായി മുന്നോട്ട് പോകണമെങ്കിൽ, മരണാനന്തരം ജീവിത വിജയം നേടണമെങ്കിൽ മതം അനിവാര്യമാണ്. ഇങ്ങനെയൊരു മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ടാകാം. പക്ഷേ ആ മതം തന്നെ വേണ്ട എന്ന് പറയുന്നത് ശരിയായൊരു നിലപാടല്ല. അത് മനുഷ്യന് ആവശ്യമില്ല എന്നതിന് ഒരു തെളിവുമല്ല ഞാൻ സുഖമനുഭവിക്കുന്നു എന്ന് പറയുന്നത്. കാരണം മതമൊരു ദൈവിക നിർദ്ദേശമാണ്. അവിടെയാണ് മതത്തിൻ്റെ പ്രസക്തി ബോധ്യമാകുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനെ ഭൂമിയിൽ അലക്ഷ്യമായി വിട്ടിട്ടില്ല. അവന് ജീവിതത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. അതിനാണ് കാലാകാലങ്ങളിൽ ദൈവദൂതന്മാർ ഭൂമിയിൽ വന്നത്. വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രയോഗം, വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഈ ജീവിതത്തിൻ്റെ പര്യന്തമെന്ത് എന്ന് മുന്നറിയിപ്പ് നൽകാത്ത, അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല. അതിന് ദൈവദൂതന്മാർ എല്ലാ കാലത്തും എല്ലായിടത്തും വന്നിട്ടുണ്ട് എന്നാണ്. ഇത്തരമൊരു സന്ദേശം മനുഷ്യന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൂടാ. ദൈവികമായൊരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ജീവിത രീതി ഇന്നതാണെന്ന് പറഞ്ഞു തരേണ്ടതുണ്ട് മനുഷ്യന്. ജീവിത ലക്ഷ്യം നിർണ്ണയിക്കാൻ കഴിയില്ല. അങ്ങനെ ഇതുവരെയും നിർണ്ണയിച്ച് ആരും പറഞ്ഞിട്ടില്ല. ദൈവദൂതന്മാരിലൂടെ മതം പറഞ്ഞതല്ലാത്തൊരു ലക്ഷ്യവും ജീവിതത്തിന് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് സത്യസന്ധമായിട്ട് മതം വിട്ടുകൊണ്ട് സത്യസന്ധമായി സ്വതന്ത്ര ചിന്ത സ്വീകരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ അലഞ്ഞ് തിരിയേണ്ടി വരും. വ്യർത്ഥത അങ്ങേയറ്റം, ജീവിതത്തെക്കുറിച്ചുള്ള വ്യർത്ഥത അങ്ങേയറ്റം അനുഭവിക്കേണ്ടി വരും. ഒന്നിനും ഒരു തീരുമാനമുണ്ടാവുകയുമില്ല. കാരണം തീരുമാനിക്കാൻ കഴിയില്ല. ഏതെങ്കിലും മതത്തിൻ്റെ സന്ദേശങ്ങൾ കടമെടുത്ത് അത് ആചരിക്കുകയോ അത് കൊണ്ടു നടക്കുകയോ ചെയ്യുകയല്ലാതെ സ്വന്തമായിട്ട് ഇന്നതാണ് എന്നൊരു തീരുമാനമെടുക്കാൻ പല വിഷയത്തിലും അവർക്ക് കഴിയില്ല. കാരണം ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയാണ്. ഓരോരുത്തർക്കും താൻ തോന്നിത്തം കാണിക്കാം. കാരണം ഒരാൾക്കും ഒരാളോടും ബാധ്യതയും ഉത്തരവാദിത്വവും ഒന്നുമില്ല. അങ്ങനെ ഒരു നിയമമുണ്ടാക്കാൻ, പൊതുവായ നിയമമുണ്ടാക്കാൻ ആർക്കും കഴിയുകയുമില്ല. മതം ഒഴിവാക്കിയാൽ ഇതൊക്കെ ആവശ്യമാണ്. ഇതൊന്നും ആർക്കും കഴിയില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അതനുസരിക്കണമെന്ന ബാധ്യതയുമില്ല. ഇനി എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന നിയമം അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. എന്താ സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാനില്ല. അയാളെ പിടിച്ച് ശിക്ഷിക്കണമെന്ന് പറയും. അങ്ങനെ ശിക്ഷിച്ച് നിയമം നടപ്പിലാക്കാനൊക്കെ തീരുമാനമാണെങ്കിൽ അതിനേക്കാൾ ലളിതമായ മാർഗം ഒരു മതം സ്വീകരിക്കുന്നതാണ്. ആ മതം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ മതി. മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മതം പരിത്യജിക്കുക എന്നതാണ് വെറുതെ ഒരു ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ മതമില്ലാതെ മനുഷ്യന് അതിൻ്റെ നിയമങ്ങളിൽ നിന്ന് കടമെടുക്കാതെയെങ്കിലും മനുഷ്യന് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ജസ്ല പറയുന്നൊരു കാര്യം,
അവരെപ്പോലെയുള്ള പലരും പറയുന്ന കാര്യം ഈ വലിയ സമാധാനം കിട്ടുമെന്നാണ് മതമില്ലെങ്കിൽ. ഒരു സംഭവം ഓർക്കുന്നത്, ഒരു നിഷേധിയായ അസ്തിത്വവാദി അല്ലാത്ത KN കുഞ്ഞഹമ്മദ്, വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം, ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അനുഭവിച്ച ഒരു മാനസിക വ്യഥയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ്റെ ഒരു 10-25 വയസ്സ് പ്രായമുള്ള മകൻ പെട്ടെന്ന് അപകടത്തിൽ മരിച്ചു. ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനെ സന്ദർശിക്കേണ്ടത് ഇയാളുടെ സ്വാഭാവിക ആവശ്യമായിട്ട് ഇയാൾക്ക് തോന്നി. മതനിയമമാണ് അതൊക്കെ. സന്ദർശിക്കേണ്ടി വന്നു. എല്ലാവരും അവിടെ ചെന്ന് മതവിശ്വാസികളായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു, പരലോകത്തുള്ള നേട്ടങ്ങൾ പറഞ്ഞു കൊടുത്തു, ക്ഷമിക്കാൻ ഉപദേശിച്ചു. പക്ഷേ മതവിശ്വാസിയല്ലാത്ത എനിക്ക് ഒന്നും അയാളോട് പറയാനില്ലായിരുന്നെന്ന്. ഒന്നും പറയാനുണ്ടാവില്ല. കാരണം എന്തു പറയും? സഹിക്കണമെന്നോ ക്ഷമിക്കണമെന്നോ അങ്ങനെ സംഭവിക്കുമെന്നോ ദൈവത്തിൻ്റെ വിധിയാണ് എന്നോ എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ മതമാണ്. അതൊന്നും പറയാതെ വെറുതെ നിൽക്കേണ്ടി വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുടുങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ കുടുക്കും ബുദ്ധിമുട്ടുമൊക്കെ മതം വിട്ടവരെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അതിന് പരിഹാരം കാണുന്നത് എങ്ങനെയാണ്? ഒരു മനസ്സിനൊരു മറയുണ്ടാക്കി മതം അവിടേക്കൊക്കെ കടമായിട്ടെടുക്കും. എന്നിട്ട് മതമല്ല എന്ന് പറയുകയും ചെയ്യും. ഇനി ഈ ജസ്ല എന്ന മതം വിട്ട ഈ പെണ്ണടക്കം പാലിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചില നിയമങ്ങളുണ്ട്. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം, അനുകമ്പ, സ്നേഹം, വിശ്വാസ്യത ഒക്കെ പലതും പുലർത്തുന്നുണ്ട് അവർ. ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് നിയമം? പേരിനെങ്കിലും ജസ്ല വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഈ വസ്ത്രം ധരിക്കുന്നതൊക്കെ? നമ്മളുടെ ഈ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നു വന്ന ഏകകോശ ജീവിയിൽ നിന്ന് പരിണാമത്തിൻ്റെ പടവുകൾ താണ്ടിക്കടന്ന് ഈ ബഹുകോശ ജീവിയായി അങ്ങനെ വാനരൻ്റെ വാലറ്റപ്പോൾ നരനായി മാറി എന്നാണ്. ആ നരനായി മാറിയ മനുഷ്യന് മാത്രം എന്തിനാണ് ഈ വസ്ത്രം? അവൻ്റെ മുമ്പുള്ള ആരും വസ്ത്രം ധരിക്കുന്നില്ല. പൂർവികന്മാരാരും വസ്ത്രം ധരിക്കുന്നില്ല. പേരിന് പോലും ധരിക്കുന്നില്ല. അവരാരും നാണം മറക്കുക എന്ന് പറയുന്നൊരു സംഗതിയില്ല. ഈ മനുഷ്യൻ ഈ നാണവും വസ്ത്രവും ഒക്കെ എവിടുന്ന് വന്നതാ? ആരെ ഇവനോട് വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞ് ഈ ജസ്റ്റിലേക്ക് മതം ഭാഗികമായിട്ട് കടമെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മതം വിട്ടുകൊണ്ടുള്ളൊരു സ്വതന്ത്ര ചിന്ത ജീവിതത്തിൽ നടപ്പാക്കാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് മതത്തിൻ്റെ നിയമങ്ങൾ തന്നെ കടമെടുത്തുകൊണ്ട് മതനിഷേധിയാണ്, മതം വിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. വല്ലദീന കഫറു യതമത്തഊൻ വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. നിഷേധികളായ ആളുകൾ, അവിശ്വാസികളായ ആൾ യതമത്തഊൻ, ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ തോന്നിത്തം കളിച്ച് സുഖിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ആശയം. വയഅകുലൂന കമാ തഅകുലുൽ അൻആം, നാൽക്കാലികൾ തിന്നുന്നത് പോലെ അവരും തിന്നുന്നു. നാൽക്കാലികൾ തിന്നുന്നത് പോലെ തിന്നു. നാൽക്കാലികൾക്ക് ജീവിതത്തിൽ അർത്ഥം അത്രയേ ഉള്ളൂ, ചത്തുപോകുന്നത് വരെയുള്ളൊരു ജീവിതം. അവർക്ക് ജന്മവാസനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ അവർക്ക് നടപ്പാകുന്നുണ്ട്. എന്നാൽ ജന്മവാസനയുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ. സ്വന്തമായിട്ട് സ്വതന്ത്ര ചിന്തയുള്ളത് കൊണ്ട് എന്തും ചെയ്യാം. അതിന് പരിധി നിശ്ചയിക്കാനും നിയമങ്ങൾ പാലിക്കാനും ഒരു ബാധ്യതയും ഇല്ലാതെ വന്നാൽ മനുഷ്യൻ എന്തുമാകും. അതിന് പരിണിതി ഖുർആൻ പറയുന്നത് വന്നാറു മസ്വൽ ലഹും, ഇവരുടെയൊക്കെ പരിണിതി നരകമാണ് പരലോകത്ത് എന്നാണ്. ഇത് താന്തോന്നിത്ത ജീവിതത്തിൻ്റെ അനന്തരഫലമാണ്. ഇവിടെയാണ് ജീവിതത്തിന് ക്രമം വേണമെന്നും നിയമം വേണമെന്നും ഒരു മതം അനിവാര്യമാണ് എന്നും പറയുന്നത്. മതമില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല. മതത്തിൻ്റെ നിയമങ്ങളും സ്വഭാവങ്ങളുമൊക്കെ കടമെടുത്തുകൊണ്ടല്ലാതെ ഇവർക്കാർക്കും ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഗൗരവമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. മതം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല, മറിച്ച് അനിവാര്യമായും ജീവിതത്തിൽ ആവശ്യമുള്ള ഒന്നാണ്. അതാണ് മനുഷ്യ മനസ്സിന് സമാധാനവും സ്വസ്ഥയും നൽകുന്ന ഒന്ന്.